ഹായ്, ഐ ആം സോന. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് പോയാലോ. ഒരു ഫ്രോഗിന്റെ പിക്ചർ ഉണ്ടല്ലേ. നമ്മളിന്ന് ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള പാഠഭാഗം പഠിക്കാൻ പോകുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് നമ്മൾ ഈ പസിലൊക്കെ സോൾവ് ചെയ്യുന്നത്, ജമ്പിങ് പസിലൊക്കെ സോൾവ് ചെയ്യില്ലേ, അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള പാഠഭാഗം നമ്മളെ കയ്യിലേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ പാഠഭാഗത്തിൽ നമുക്ക് മെയിൻ മിസ്റ്റേക്ക് പറഞ്ഞത് ഇത് പ്ലസ് ചെയ്യുവാണോ മൈനസ് ചെയ്യുവാണോ, കുറച്ചിട്ട് കിട്ടുന്ന സംഖ്യ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്. ഇന്നത്തോടു കൂടി ആ ഡൗട്ടൊക്കെ ഒന്ന് തീരുമാനമാവും കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ഫ്രോഗ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് ജമ്പ് ചെയ്യുവാണോ ബാക്കിലോട്ട് ജമ്പ് ചെയ്യുവാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടത് എന്ന് ഐഡിയ കിട്ടിക്കൊള്ളും. അപ്പൊ എന്ത് ചെയ്യാം, ഈ പാഠഭാഗത്തിന്റെ നേരത്തെ എല്ലാ വീഡിയോയും പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ശേഷം എന്ത് ചെയ്യാം, നോളജ് ചെക്ക് പോയിന്റ് എന്നുള്ളൊരു സ്ഥലം കാണും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്ത് ചെയ്യുക, എഴുതി സൂക്ഷിക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ, നമ്മുടെ സ്വന്തം ഫ്രോഗിക്കൊപ്പം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോഗിയുടെ കൂടെ ഈ പാഠഭാഗം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഫ്രോഗി ആദ്യം 1 ഉണ്ടായിരുന്നത്, പിന്നെ അത് എത്രയായി, 4 ആയി, പിന്നെ അത് 7 ആയി. ഈ സീക്വൻസിന്റെ അടുത്ത നമ്പർ എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. ആദ്യം 1 ആയിരുന്നു, പിന്നെ 4 ആയി, പിന്നെ എന്ത് ചെയ്തു, 7 ആയി. അടുത്ത സീക്വൻസ് എത്രയായിരിക്കും എനിക്ക് ഗസ്. അപ്പം തന്നെ ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിക്കാണോ അല്ലെ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാ. സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുത്തുക. 4 - 1 എത്രയാ, 3. 7 - 4 3 തന്നെയാ. രണ്ട് സംഖ്യകൾക്കിടയിൽ 3 ആണ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ അടുത്ത സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ഒന്നാലോചൊക്കെ. ആദ്യം 1ന്റെ കൂടെ 3 കൂട്ടി 4 കിട്ടി, 4ന്റെ കൂടെ 3 കൂട്ടി 7 കിട്ടി. അപ്പൊ 7ന്റെ കൂടെ 3 കിട്ടിയാൽ എത്ര കിട്ടും, 10. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അടുത്ത എന്ത് ചെയ്യുക, അടുത്തടുത്ത സംഖ്യകൾ കാണാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡ് 3 എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ 3 ഫ്രോഗിനായിരുന്നു കൂടിക്കൊണ്ടിരുന്നത് കേട്ടോ. നമുക്കൊന്ന് നമ്മൾ നേരത്തെ വരച്ച ആ സീക്വൻസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഫ്രോഗ് 1 ആയിരുന്നു. ആ 1 ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മിച്ചം രണ്ടാമത്തേൽ എത്ര എണ്ണ പറഞ്ഞത്, 3 എണ്ണ പറഞ്ഞത് നമ്മൾ കിട്ടിയ ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കിയേ, അടുത്ത ഫ്രോഗ് 4 എണ്ണം വരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടുക, മൂന്നാമത്തെ സീക്വൻസിൽ 3 എണ്ണ കിട്ടുക. അപ്പൊ ഇവിടെ എത്രയാ കൂടിക്കൊണ്ടിരുന്നേ, 3 കൂടിക്കൊണ്ടിരുന്നേ. അപ്പൊ നമ്മുടെ ഈ കൂടിക്കൊണ്ടിരുന്ന സംഖ്യ, അതായത് സെയിം ഒരു നമ്പർ ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നില്ലേ, ഈ നമ്പറിനെ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. മറന്നു പോകരുത്, നമുക്കിനി ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരു ടേം ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ സെയിം നമ്പർ, അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന ആ നമ്പർ, ഇൻക്രീസ് മാത്രമല്ല ഇത് ഡിക്രീസും ചെയ്യും കേട്ടോ. അപ്പൊ ഈ കൂടിക്കൊണ്ടിരുന്ന ഈ സംഖ്യയെ നമ്മൾ വിളിക്കുന്നത്, അതായത് ഈ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള ആ വ്യത്യാസത്തിനെ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിട്ടുള്ള നമ്പേഴ്സ് അടുത്തടുത്തുള്ളതാണോ നോക്കുക. ഇപ്പൊ ഇതിലെ 1ാമത്തെയും 3ാമത്തെയും 2ാമത്തെയും നമ്പേഴ്സ് നോക്കി ഇത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാവും. പിന്നെ രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് മുന്നോട്ടാണോ പോകുന്നതെന്ന് നോക്കുക. അത് ഇത് നോക്കി നമ്മുടെ ഈ ഫ്രോഗ് ജമ്പ് ചെയ്യുന്ന 0ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 10ലേക്ക്. അതായത് സംഖ്യകൾ തരുന്ന സംഖ്യകൾ കൂടിക്കൂടിയാണ് പോകുന്നതെങ്കിൽ ഫ്രോഗ് ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, മുന്നോട്ടാണ്. അതിന് പകരം 10 ആദ്യം തന്നിട്ട് പിന്നെ 4ഉം പിന്നെ 0 തന്നിട്ടുണ്ടായിരുന്നെങ്കിലോ ഫ്രോഗ് ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, പിന്നോട്ടാണ് ഫ്രോഗ് എന്ത് ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് സംഖ്യ കൂടിക്കൂടി പോണെങ്കിൽ ഫ്രോഗ് എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഈ സീക്വൻസിലേക്ക് പോകാം. ആദ്യം ജമ്പ് ചെയ്തിരുന്നത് എത്രയിലായിരുന്നു, 24ലായിരുന്നു. രണ്ടാമത്തതോ 42ലായിരുന്നു. നെക്സ്റ്റ് ജമ്പ് എവിടെയായിരിക്കും, നമ്മളിത് കുഞ്ഞു ക്ലാസ്സുകളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാ. 24, 42. അടുത്ത നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ രണ്ട് ഫ്രോഗിന്റെ ഇടയ്ക്കുള്ള കോളങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുമായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും കോളങ്ങൾ തന്നെ ഇനി അടുത്ത് എണ്ണി കഴിഞ്ഞാൽ അടുത്ത ജമ്പ് കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കാനുള്ള സമയമൊന്നും ഇല്ല. നമ്മൾ 10th SSLC എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇത് എണ്ണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 42 24 തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്, 18. അപ്പൊ ഇനി അടുത്ത 18 കളങ്ങൾ കൂടെ ചാടിക്കഴിഞ്ഞാൽ ഫ്രോഗ് അടുത്ത് എവിടെ എത്തുമെന്ന് മനസ്സിലാവും അല്ലെ. 18 കളങ്ങൾ എന്ത് ചെയ്യുക, എണ്ണി നോക്കിയിട്ട് അടുത്ത് എവിടെയാ എത്തുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഇതിലേതിലായിരിക്കും അടുത്ത് എത്തുന്നത്. അതേ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പോൾ ചാടി നിൽക്കുന്ന 42ന്റെ കൂടെ 18 കൂട്ടുമ്പോൾ കിട്ടും. എത്രയെന്ന് കിട്ടി, 60. ഇതല്ലേ നിങ്ങൾ എണ്ണി എപ്പോഴും കിട്ടിയത്, സെയിം അല്ലേ. ഒന്ന് ഡൗട്ട് ആണെങ്കിൽ ഒന്ന് ബേക്ക് അടിച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് 18 കോളം ഒന്ന് എണ്ണി നോക്കിയേ, കറക്റ്റായിട്ട് 60ൽ വന്നിരിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇപ്പോൾ നിൽക്കുന്നതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഡിഫറൻസ്, രണ്ട് സംഖ്യകളും കുറച്ചപ്പോൾ കിട്ടിയ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കളം ഏതാണെന്ന് കിട്ടും. ഇനി അതിന്റെ അടുത്തതോ, ഇനി ഒരു 18 കൂട്ടിയാൽ പോരെ. അപ്പൊ 16 കഴിഞ്ഞിട്ട് അടുത്തൊരു 18 കൂട്ടുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്, പറഞ്ഞേ.
78 ആയിരിക്കും അല്ലെ. ഇനി നോക്കിയേ, നമ്മുടെ ഈ സെക്കൻഡും തേർഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, 24ഉം 42ഉം അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. നോക്കിയേ, 24ന്റെയും 42ന്റെയും ഇടയ്ക്ക് കോളങ്ങളോ അല്ലെങ്കിൽ ഗ്യാപ്പോ ഒന്നുമില്ല. അപ്പൊ അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. ഇനി മുന്നോട്ടാണ് ഫ്രോഗ് ചാടുന്നെങ്കിൽ പ്ലസ് ചെയ്യുക, പുറകിലോട്ടാണ് ചാടുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഗ്രീൻ കളർ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ കളർ പിറകിലോട്ടാണ് ചാടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. എത്രയാ മൈനസ് ചെയ്യേണ്ടത്, ഈ 24, 42 നേരത്തെ മൈനസ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ 18 ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രം ബാക്കിലോട്ട് മൈനസ് ചെയ്യുന്നത്. മറന്നു പോകരുത്, എപ്പോഴും പ്ലസ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതും കോമൺ ഡിഫറൻസ് എടുത്തിട്ടാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചില്ലേ, ഒരു 3 എന്നുള്ള നമ്പർ എങ്ങനെയാ കിട്ടുന്ന, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പറാണ് അല്ലേ, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സ് ഒക്കെ ഇവിടെ ആൻസേഴ്സ് കാണിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ കിട്ടിയെന്ന് നോക്കാം. ഇനി നോക്കിയേ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് 66ൽ നിന്ന് വീണ്ടും 18 കുറയ്ക്കേണ്ടതായിട്ട് വരും. നോക്കിയേ, 6 ആപ്പിളിൽ നിന്ന് 18 ആപ്പിൾ കഴിക്കാം. നേരത്തെ കുട്ടി തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. 6 ആപ്പിളിൽ നിന്ന് 18 ആപ്പിൾ കഴിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ പോലെ 18ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 6 ചെയ്യുക. എന്നിട്ടത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ, 6 ആപ്പിളിൽ നിന്ന് 18 കഴിക്കുക. പക്ഷെ നമ്മളത് പോസിബിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചു 12 എന്ന്. പക്ഷെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ലേ 6 ആപ്പിളിൽ നിന്ന് 18 കഴിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവും കൂടെ കൊടുക്കുക, -12 എന്നായിരിക്കും ആൻസർ. മറക്കരുത്, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു കാര്യം, നമുക്ക് യഥാർത്ഥത്തിൽ 6ൽ നിന്ന് 18 ആപ്പിൾ കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തു, തിരിച്ചിട്ട് ചെയ്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു, ഒരു മൈനസും കൂടെ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇനി നോക്കിയേ, ഇതിലെ ബാക്കി 4ാമത്തേതും 5ാമത്തെയും ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് സംഖ്യകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 24 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 42 വരുന്നത് കണ്ടോ. 24 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് 42, അതായത് 24നും 42നും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്രോഗ് എവിടെയോ ഒരു സ്ഥലത്തും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പോലെ കോമൺ ഡിഫറൻസ് കാണുക, കോമൺ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്ത് എന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് ഉള്ളത് കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2 ഗ്യാപ്പ് ഉണ്ടെങ്കിലോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 3 ഗ്യാപ്പ് ആണെങ്കിലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. ഇങ്ങനെ ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ അല്ലാതെ തന്നു കഴിഞ്ഞാൽ ടേമുകളുടെ എണ്ണം തമ്മിലാണ് മൈനസ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ ഇനി പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു ഗ്യാപ്പാണ് ഉള്ളെങ്കിൽ ആ കിട്ടുന്ന കോമൺ ഡിഫറൻസ് ഇല്ലേ, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, 2 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇനി 2 ഗ്യാപ്പാണുള്ളെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 18 കിട്ടി. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയെന്ന് കിട്ടി, 9. അതായത് ഈ ഫ്രോഗി എന്ത് ചെയ്യുന്നു, 24ൽ നിന്ന് 42ന് ചാടുന്നതിന് മുമ്പ് അത് ചാടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന് എവിടെ ചാടാമായിരുന്നു, 33യിലേക്ക് ചാടാമായിരുന്നു. മനസ്സിലായോ. അപ്പൊ 33 എന്നുള്ളൊരു നമ്പറാണ് നമുക്ക് എന്ത് ചെയ്തത്, കിട്ടിയത്. ഇനി അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പുറകിലോട്ടാണ് ചാടുന്നതെങ്കിൽ -9 ആണ് ചെയ്യേണ്ടത്. ഇവിടെ -9 ചെയ്യേണ്ട കാര്യം വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. -18നും -9നും വരാൻ കാരണം ഇടയ്ക്ക് ഒരിടത്ത് ചാടിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, -9 ആയിട്ട് മാറിയത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു, 33 എന്ന് 15 എന്ന് കിട്ടി. മുന്നോട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പ്ലസ് ചെയ്താൽ മതി, ബാക്കിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രീൻ കളർ വെച്ച് കാണിക്കുന്നത് ബാക്കിലോട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ചെയ്യണം കേട്ടോ. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരണമെങ്കിലോ, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 6th ടേം. എന്താ തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ഡാഷ് കണ്ടോ, അതിൽ 1, 2, 3, മൂന്നാമത്തെ ടേം 34 ആയിരുന്നു, 6ാമത്തെ ടേം 67 ആയിരുന്നു. ബാക്കി ടേംസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഡൗട്ട് അടിക്കുമോ. ഇനി നോക്കിയേ, 34ഉം 67 എന്നുള്ള ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. 1, 2 ഗ്യാപ്പാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം 34ഉം 67ഉം തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 33 എന്ന് കിട്ടി. 2 ഗ്യാപ്പ് ആണെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഒരു ഗ്യാപ്പ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഗ്യാപ്പ് ആണെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 ഗ്യാപ്പ് ആണെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടില്ല. ഇതേ കാര്യം തന്നെ ടേമുകളുടെ എണ്ണം തമ്മിൽ മൈനസ് ചെയ്താലും കിട്ടും കേട്ടോ. 6 - 3 എന്ന് പറയുന്നത് 3 ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞാനിപ്പോ ആദ്യം പറയുന്നതാണ് മനസ്സിലാവുന്നെങ്കിൽ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. രണ്ടാമത്തെ ടേം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ആൻസർ തെറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 6 - 3 തന്നെയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ആ 67ഉം 34ഉം തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടുന്നതിനെ 6 - 3 കൊണ്ട് മൈനസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, ഇതേ കാര്യം തന്നെ 3 കിട്ടും, 11 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോളജ് ചെക്ക് പോയിന്റിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇത്രയും സമയം എന്തൊക്കെയാ മനസ്സിലായത് എന്ന് ചെക്ക് ചെയ്യുന്ന സമയമാണ് കേട്ടോ. കുറച്ച് സമയം തരാം. ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നോക്കിയേ. 6, 11, 16 അടുത്ത നമ്പേഴ്സ് എന്തായിരിക്കും? ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുക, അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടും കോമൺ ഡിഫറൻസ്. പിന്നെ എന്ത് ചെയ്യുക, സംഖ്യകൾ കൂടിയാണോ പോകുന്നത് കുറഞ്ഞാണോ പോകുന്നത് എന്ന് നോക്കുക. എന്നാൽ മുന്നോട്ടാണ് ജമ്പ് ചെയ്യേണ്ടതെങ്കിൽ കൂട്ടുക, ബാക്കിലോട്ടാണ് ജമ്പ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത്രയേ ഉള്ളൂ കാര്യം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് ലാസ്റ്റ് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൻസേഴ്സ് എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വന്ന് ആൻസർ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഉത്തരങ്ങൾ എന്തെങ്കിലും തെറ്റുന്നുണ്ട്, മനസ്സിലായില്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇനി ഒരു അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വളരെ കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് മാത്രമുള്ള ഒരു ചാനലാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് വീഡിയോസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അങ്ങനെ എത്തിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ രസകരമായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരാണെങ്കിലും കുഴപ്പമില്ല, 10th പഠിക്കുന്നതാണെന്ന് തോന്നുന്ന ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോ എത്തിക്കുക. നിങ്ങൾ വീഡിയോ എത്തിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യും, കണ്ടിന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും.